ജ്വാലയായി എന്നിൽ കത്തി പടരണമേ. സ്വതന്ത്രമായി സ്തുതിച്ചുകൊണ്ട് ജ്ഞാനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ ജ്ഞാനം നൽകണേ, പരിശുദ്ധാത്മാവേ ജ്ഞാനം നൽകണമേ, ജ്ഞാനം നൽകണമേ. ഹലബല ഹലബല. ഓക്കെ, വി കണ്ടിന്യൂ. നമ്മളെവിടെയായിരുന്നു? ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായം. അപ്പോൾ നമ്മൾ ജ്ഞാനം 6, 7, 8, 9 ഇത് ജ്ഞാനത്തിൻ്റെ നിർവചനങ്ങളും ജ്ഞാനത്തിൻ്റെ പ്രോപ്പർട്ടീസും എല്ലാം ഇവിടെ നമുക്ക് ലഭ്യമാണ്. അതിൽ ജ്ഞാനം 6:14 നമ്മളെപ്പോഴും കേട്ടത്. പ്രഭാതത്തിൽ ഉണർന്ന് അവളെ തേടുന്നവർക്ക് പ്രയാസം കൂടാതെ അവളെ കണ്ടുമുട്ടാം. അവൾ വാതിക്കൽ തന്നെ കാത്തു നിൽപ്പുണ്ട്. അവൾ വാതിക്കൽ തന്നെ കാത്തു നിൽപ്പുണ്ട്. സോദറില്ല, അയ്യോ ഭയങ്കര തെറ്റാ ചെയ്ത നീ. ഇച്ചിരി വെള്ളം കൊണ്ടുപോട്ടെ. വാം വാം വാറം എന്ന് പറഞ്ഞാൽ ജർമ്മനാണ്, വാം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷാണ്, മലയാളത്തിൽ ചൂടുവെള്ളം. ഓക്കെ, അപ്പോൾ നമ്മൾ കേട്ടോട്ടോ. ഇപ്പോൾ ഇത് വളരെ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ ജ്ഞാനത്തിൻ്റെ ക്ലാസ്സിൽ നമുക്ക് അശ്രദ്ധ ഉണ്ടാകാനുള്ള എല്ലാ ചാൻസും ഉള്ളൊരു ക്ലാസ്സാണ് ജ്ഞാനം. ചില ജ്ഞാനത്തിൻ്റെ ക്ലാസ് എടുക്കുമ്പോൾ ചിലർ എഴുന്നേറ്റ് ഓടി പോകാറുണ്ട്, അവർക്ക് ഇരിക്കാൻ പറ്റണില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറയും, അതുകൊണ്ടായിരിക്കാം ജ്ഞാനത്തിൻ്റെ ക്ലാസ് ഇപ്പോൾ ഇത്രാമത്തെ ദിവസമായത്. ആദ്യത്തെ ദിവസമായിരുന്നെങ്കിൽ ചിലപ്പോൾ അത് ഇപ്പോൾ വേദന എടുക്കുന്നുണ്ട്, ആർക്കോ നെഞ്ചുവേദന എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ജ്ഞാനം എന്ന് പറഞ്ഞാൽ തന്നെ ചിലപ്പോൾ നെഞ്ചുവേദന എടുക്കും, ചിലപ്പോൾ തലയിൽ ഇങ്ങനെ ഒട്ടണമായിട്ട് തോന്നും. തലയിലത്തെ സെറ്റിങ് മാറണതാ. ഭയങ്കര സഹനങ്ങളൊക്കെ അനുഭവിക്കാറുണ്ട് ജ്ഞാനത്തിൻ്റെ ക്ലാസ് എടുക്കുന്ന നേരത്ത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവനും എനിക്ക് മനസ്സിലാവണില്ല. ഓക്കെ, നമുക്കങ്ങ് പോകാം. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുകയാണെങ്കിൽ ഒന്ന് പിടിച്ചിരിക്കുക. നമുക്ക് 1 മണിക്കൂർ നേരത്തേക്ക് ഇരുന്നാൽ മതി. ഈ 6-ാം അധ്യായത്തിൽ 11 മുതൽ 15 വരെയുള്ള 5 വചനങ്ങളിൽ 5 വചനങ്ങളിൽ 7 കാര്യങ്ങൾ ജ്ഞാനത്തെക്കുറിച്ച്, എങ്ങനെ ജ്ഞാനം ലഭിക്കും എന്ന് വർണ്ണിച്ചിട്ടുണ്ട്. അതിൽ 11-ാമത്തെ വചനത്തിൽ പറയുന്നത്, എല്ലാവരും ഒന്ന് വായിച്ചേ. എൻ്റെ വചനങ്ങളിൽ അഭിലാഷമർപ്പിക്കുവിൻ, അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുവിൻ, നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, നമ്മൾ ചുമ്മാ ബൈബിള് ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഒന്ന് നോക്കി, അതല്ല ബൈബിള് വായിക്കണത്. ബൈബിള് പഠിക്കണം. എൻ്റെ വചനങ്ങളിൽ അഭിലാഷമർപ്പിക്കും, അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുവിൻ, അങ്ങനെ നമുക്ക് ജ്ഞാനം ലഭിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, സോഫിയ ഓർത്തി എന്നൊക്കെ പറഞ്ഞോ ഇവിടെ? അതായത് ബൈസന്റൈൻ കുർബാനയിൽ
ദൈവവചന ശുശ്രൂഷയ്ക്ക് മുമ്പ് വചനം ഒക്കെ എടുത്തിട്ട് വൈദികൻ ഇങ്ങനെ പ്രഖ്യാപിക്കും, വിസ്ഡം ബി അറ്റന്റീവ്, ജ്ഞാനം ശ്രദ്ധയോടെ കേൾക്കുവിൻ, സോഫിയ ഓർത്തി. ജ്ഞാനമാണ്. എനിക്ക് ഇപ്പോഴും ആ വാക്കുകൾ ഇങ്ങനെ എവിടെയോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന മാതിരി തോന്നുകയാണ്. സോഫിയ, ആ ജ്ഞാനം. അപ്പോൾ നമ്മൾ ബൈബിൾ വായിക്കാൻ ഒരു ആർത്തി ഉണ്ടാകണത് ഇത് മുഴുവനും ജ്ഞാനമാണെന്ന് മനസ്സിലാകുമ്പോഴാണ് കേട്ടോ. ആ കാഴ്ചപ്പാടിലാണ് നമുക്ക് ഇത് വായിക്കാൻ ഭയങ്കര ഒരു ആർത്തി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ. അതാണ് എൻ്റെ വചനങ്ങളിൽ അഭിലാഷം അർപ്പിക്കുവിൻ, അവയോട് തീവ്രം. എനിക്കത് പറയുമ്പോൾ ഞാൻ ആലോചിക്കണം, ഞാൻ ഈ എൻ്റെ നിങ്ങൾക്കൊരു നല്ല ബൈബിൾ ഉണ്ടായിരിക്കണം. എൻ്റെ ഇംഗ്ലീഷ് ബൈബിളിൽ ഒരു റെഫറൻസ് ബൈബിളാണ്. ന്യൂ അമേരിക്കൻ അല്ലെങ്കിൽ ന്യൂ ജെറുസലേം ഒക്കെ റെഫറൻസ് ബൈബിളാണ്. ഗുഡ് ന്യൂസ് ബൈബിൾ പോരാ, റെഫറൻസ് ബൈബിൾ ഒരെണ്ണം വേണം കേട്ടോ. പിന്നെ ഓക്കെ, ഞാൻ അധികം വിശദമായിട്ട് പോകാൻ സമയമില്ല, നമുക്ക് ഐ ആം ഗോയിങ് ഫാസ്റ്റ് നൗ. അപ്പോൾ ഇവിടെ ഈ 5 വചനങ്ങൾ 1:11 നോക്കിക്കോട്ടെ, കൃത്യമായിട്ട് പറയുന്നുണ്ട് അവിടെ എങ്ങനെ നമുക്ക് ജ്ഞാനം ലഭിക്കാമെന്ന്. ആദ്യത്തെ പോയിന്റ് എന്താണ്? എൻ്റെ വചനങ്ങളിൽ ദൈവവചനത്തോട് അഭിലാഷം ഉണ്ടാകണം. ദൈവവചനത്തിന് 1ാം സ്ഥാനം കൊടുക്കണം. ദൈവവചനം ശ്രവിക്കണം, ദൈവവചനം പഠിക്കണം. ദൈവവചനം പഠിക്കുന്നതിൻ്റെ ഒരേറ്റവും പുതിയ മെത്തേഡ്, ഏറ്റവും നല്ലൊരു മെത്തേഡ് പുതിയ നിയമത്തിൽ നിന്നും പഴയ നിയമത്തിലേക്ക് പോവുക. അതായത് ഇപ്പോൾ ഇവിടെ മത്തായിയുടെ സുവിശേഷം ഒരു സ്ഥലത്ത് എഴുതിയിരിക്കുകയാണ്, ഇത് പ്രവാചകൻ പറഞ്ഞത് പൂർത്തിയാക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് ആ പ്രവാചക വചനത്തിലേക്ക് പോകണം. മനസ്സിലായ? അങ്ങനെ ഇനി ധ്യാനം കഴിഞ്ഞിട്ട് ഒരു ഹോംവർക്ക് ചെയ്താൽ നല്ലതാണ്. ഓക്കെ, അങ്ങനെ. അപ്പോൾ ആദ്യം ജ്ഞാനം ലഭിക്കുന്നതിൻ്റെ വിധമാണ് ദൈവവചനം. ഇനി 12ാമത്തെ വചനം എന്താ പറയണത്? 6:12 എന്താണ്? ജ്ഞാനത്തെ സ്നേഹിക്കുന്നവർക്ക് നിഷ്പ്രയാസം തിരിച്ചറിയാം. കണ്ടോ, അതാണ് അടുത്ത വിദ്യ. ജ്ഞാനം കിട്ടാൻ എന്ത് ചെയ്യണം? ജ്ഞാനത്തെ അങ്ങ് സ്നേഹിക്കുക. നിങ്ങൾക്കറിയാം, നിങ്ങൾ ആരെ സ്നേഹിക്കുന്നുവോ, എന്തിനെ സ്നേഹിക്കുന്നുവോ ആ ആളുമായിട്ട് നിങ്ങളങ്ങ് ഒന്നാവും. ആണോ ഇല്ലയോ? നിങ്ങൾ ഭർത്താവിനെ സ്നേഹിച്ചപ്പോൾ എന്തായി? അയാളുമായിട്ട് ഒന്നായി. നിങ്ങൾ സ്വർണത്തെ സ്നേഹിച്ചപ്പോൾ എന്തായി? ഉള്ള സ്വർണമൊക്കെ നിങ്ങളെ ആയി. നല്ല പട്ടുസാരിയെ സ്നേഹിക്കുമ്പോൾ ഏറ്റവും നല്ല പട്ടുസാരി നിങ്ങളുടെ ആയോ ഇല്ലയോ? ഇപ്പം നമ്മളൊരു നല്ല സാരി കടയിൽ പോകുമ്പോൾ നിങ്ങൾ പറയുക, ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ്, എനിക്ക് സാരിയോട് സ്നേഹമില്ല, അതുകൊണ്ട് സാരിയുടെ ഡിവിഷനിലേക്ക് പോകില്ല, ചൂടിദാറിൻ്റെ ഡിവിഷനിലേക്ക് പോകും. എന്ന പോലെ നിങ്ങൾക്ക് എന്തിനെ സ്നേഹിക്കണോ ആ വശത്തേക്ക് നിങ്ങൾ പോകുന്നുണ്ടോ ഇല്ലയോ? അതാണ്. അപ്പം ആരെ സ്നേഹിക്കണം? ജ്ഞാനത്തെ സ്നേഹിക്കുക. ജ്ഞാനത്തെ സ്നേഹിക്കുമ്പോൾ പിന്നെ ഭയങ്കര വ്യത്യാസമായിരിക്കും. എനിക്കൊരു പേഴ്സണൽ ലൈബ്രറി തന്നെ ഉണ്ട്, വലിയൊരു ലൈബ്രറി ഉണ്ട് എൻ്റെ വീട്ടിൽ, എൻ്റെ സ്വന്തം ലൈബ്രറി. അപ്പോൾ നമ്മൾ ജ്ഞാനത്തെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ പിന്നെ പണിയാ. കുറേ കാശ്, അന്ന് എനിക്ക് ഭയങ്കര കടബാധ്യത ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ കാശ് കിട്ടി ആദ്യം പോയിട്ട് അത് ബാംഗ്ലൂരാണ്. ഞാൻ ബാംഗ്ലൂർ വന്നാൽ അവിടെ ഏഷ്യൻ ട്രേഡിങ്ങിലും സെൻറ്റ് പോൾസിലും നേരെയാണ് പോയിട്ട് എന്താണ് പുതിയ പുസ്തകങ്ങളൊക്കെ വന്നേക്കണത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഈ ധ്യാനിപ്പിക്കാനൊക്കെ പോകുമ്പോൾ ആദ്യം ചെല്ലണത് അവരുടെ ലൈബ്രറിയിൽ പോകും. അവിടെ നോക്കുമ്പോൾ സെൻറ്റ് അഗസ്റ്റിൻ, മൈ കൺഫെഷൻ, സിറ്റി ഓഫ് ഗോഡ്, ജോൺ ഓഫ് ദ ക്രോസ്, ഇഗ്നേഷ്യസ് ഓഫ് ലയോള. എൻ്റെ ദൈവമേ, അത് കാണുമ്പോൾ തന്നെ ദൈവമേ എന്തോ ഒരു ജ്ഞാനമാണ്. അതൊന്ന് എടുത്ത് തുറന്ന് നോക്കി, ജോൺ ഓഫ് ദ ക്രോസ് അങ്ങനെ ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ അതിലെഴുതിയിരിക്കുകയാണ്, വെൻ യു ആർ ഓൺ യുവർ വേ, go to another way where there is no way, that is the way.
ഇനി പറയൊന്നുമില്ല, പോയി നോക്കണം. When you are on your way, go to another way. Where there is no way, that is the way. ഇതൊക്കെ എന്നെ വളരെ സ്വാധീനിച്ച സിദ്ധാന്തം. ഒന്ന് ചുമ്മാ തുറന്നു നോക്കിയോളൂ. അപ്പോൾ അങ്ങനെ ഒരിക്കൽ ഞാൻ എവിടെയാണ് ക്ലറീഷ്യൻ അച്ഛന്മാരെ ധ്യാനിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവർ സെൻറ്റ് ക്ലാരറ്റിൻ്റെ ഒരു ബയോഗ്രഫി എനിക്ക് തന്നു. ഞാനത് കഴിഞ്ഞ് പോണ നേരത്ത് ചുമ്മാ അതൊന്ന് തുറന്നു നോക്കിയപ്പോൾ എന്തിരിക്കുകയാണ്, ക്ലാരറ്റെ പറയാണ്, കർത്താവ് എന്നോട് പറഞ്ഞു, എന്നിട്ട് എഴുതിയിരിക്കുകയാണ്, ആ ഡേറ്റൊക്കെ ഡയറിയാണ്, ഇന്ന ദിവസം രാവിലെ 4 മണിക്ക്, അതെൻ്റെ 4 മണി, കർത്താവിനോട് പറഞ്ഞു, നീ തന്നെ ഉപവസിച്ച് രാവിലെ പ്രാർത്ഥിച്ചാലല്ലാണ്ട് നിന്റെ അച്ഛന്മാർക്ക് ജ്ഞാനം കിട്ടും. അത് കഴിഞ്ഞ് 5 മണി മാതാവ് എന്നോട് പറഞ്ഞു, നീ പ്രാർത്ഥിക്കണം, കൂടുതലായിട്ട് പ്രാർത്ഥിക്കണം. അല്ലോ, ഈ വിശുദ്ധന്മാരെല്ലാം ഇതേമാതിരി രാത്രി ഉറക്കാണ്ട് വെളിപ്പിച്ചിരുന്ന് പ്രാർത്ഥനയ്ക്കില്ലേ. അപ്പോൾ എനിക്ക് ഭയങ്കര കൺഫർമേഷനാണ്. അപ്പം അന്നേ മുതൽ ഞാൻ 4 മണി പ്രാർത്ഥനക്കാരനാണ്. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. 4 മണിക്ക് എന്നോട് കർത്താവ് പറഞ്ഞു. എൻ്റെ ഡയറിയിൽ മുഴുവൻ ഇങ്ങനെ തന്നെ എഴുതിയേക്കണത്. 4 മണിക്ക് 4 മണി ടൈം എടുത്ത് കർത്താവ് ഇങ്ങനെ പറഞ്ഞു. എനിവേ, അപ്പം ഞാൻ പറയുന്നത്, നമ്മൾ ജ്ഞാനത്തെ അങ്ങ് സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ജ്ഞാനത്തിൻ്റെ നിറവിടങ്ങളായ ഒരുപാട് പുസ്തകങ്ങളായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ വല്ല സിനിമ മാഗസീനും അതും ഇതും ഒക്കെ വീട്ടിൽ അത് മേടിച്ചിട്ട് ആവശ്യമില്ലാത്ത കുറേ പുസ്തകങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളുടെ വീട്ടിൽ തന്നെ ചുമ്മാ പിള്ളേർ നോക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നമ്മൾ തന്നെ നോക്കുമ്പോൾ കണ്ണ് വീഴണത് നല്ല പുസ്തകങ്ങളിലായിരിക്കണം. അങ്ങനത്തെ ഒരു ലൈബ്രറി തന്നെ നമുക്ക് വേണം. നമുക്ക് ചുമ്മാ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുക. ഒരുപാടൊന്നും വായിക്കാൻ നിങ്ങൾക്ക് സമയമില്ല. ചുമ്മാ തുറന്ന് നോക്കുക. ഇതല്ല, ഞാൻ എപ്പോഴും കൊണ്ടു നടക്കുന്ന പുസ്തകമാണിത്. ഒന്ന് എൻ്റെ ജോൺ പോൾ II. ഇതിനകത്ത് തന്നെ മനസ്സിലായല്ലോ ഇതെന്തോരം ഉപയോഗിക്കപ്പെടുന്നുണ്ടെന്നുള്ളത്. ഇതിനകത്ത് വരച്ച് കുറിച്ചിട്ടേക്കണം, നിങ്ങൾ നോക്കണം. അതിനകത്തുനിന്ന് അതങ്ങ് വരയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതുണ്ടോ, അതല്ല. ഇങ്ങനെ ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഐ ആം എ സ്റ്റുഡൻറ്റ് ഓഫ് ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഞാൻ പറയണത് നിങ്ങൾക്ക് വളരെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമാണ്. നമ്മളുടെ വീട്ടിൽ ഒരു ചെറിയ ലൈബ്രറി ഇങ്ങനെയുള്ള വളരെ നല്ല വിശുദ്ധന്മാരുടെ ജീവചരിത്രങ്ങൾ, പുസ്തകങ്ങൾ ഇടയ്ക്ക് ഒന്ന് ചുമ്മാ തുറന്ന് നോക്കാം. ചിലപ്പോൾ നമ്മളില്ലാത്ത നേരത്ത് പിള്ളേരൊക്കെ ഒന്ന് തുറന്ന് നോക്കും, എന്താണ് മമ്മി വായിച്ചേക്കണമെന്നൊക്കെ അറിയാനായിട്ട്. അവരെ ചിലപ്പോൾ ഒരു വരിയൊക്കെ ഒരു വരി സ്പർശിച്ചാൽ മതി. അതാണ് ഇഗ്നേഷ്യസ് ഓഫ് ലയോള ഒരു ആശുപത്രിയിൽ സുഖമില്ലാണ്ട്, പട്ടാളക്കാരനായിരുന്നല്ലോ. അപ്പോൾ ആശുപത്രിയിൽ കിടക്കുമ്പോൾ കുറേ നാൾ കൂടുതൽ കിടക്കേണ്ടി വന്നു. കാല് അമ്പ്യൂട്ട് ചെയ്തില്ലെന്നോണം, അമ്പ്യൂട്ട് ചെയ്യേണ്ടി കാലിന് സുഖമില്ലാണ്ടായിട്ട്. അപ്പോൾ ഒരു നേഴ്സ് പോയിട്ട് ഒരു പുസ്തകം കൊടുത്തു. അവിടെ കിടന്ന ഒരു വിശുദ്ധന്മാരുടെ പുസ്തകം, പണിയൊന്നുമില്ലെങ്കിൽ ഇതെടുത്ത് വായിക്കും. ഏതായാലും വെറുതെ കിടക്കാല്ലേ. നമ്മൾ ഈ സകല വിശുദ്ധന്മാരുടെ പുസ്തകം ഉണ്ടല്ലോ, ഈ ബട്ട്ലേഴ്സ് സെയിൻറ്റ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, ഷോർട്ട് ബയോഗ്രഫീസ് ഓഫ് സെയിൻറ്റ്സ്. അതൊരെണ്ണം തീർച്ചയായിട്ടും വീട്ടിലുണ്ടാവണം. ഒരു പുസ്തകത്തിൽ ഷോർട്ട് 2 പേജിൽ ഓരോ വിശുദ്ധന്മാർ. ബട്ട്ലേഴ്സ് സെയിൻറ്റ്സ്, ബട്ട്ലർ എന്ന് പറയുന്നത് ആ പബ്ലിക്കേഷൻ്റെ പേരാണ്. ബട്ട്ലേഴ്സ് സെയിൻറ്റ്സ് എന്നോ അല്ലെങ്കിൽ ആൾ സെയിൻറ്റ്സ് ഓഫ് ബട്ട്ലർ എന്നിട്ടുണ്ട്. ഒരു വലിയ പുസ്തകമാണ്. അതിനിങ്ങനെ ഷോർട്ട് ബയോഗ്രഫീസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പുസ്തകം ഒരു നേഴ്സ്, ഇപ്പം ഞാൻ ആ നേഴ്സിൻ്റെ കാര്യം പറയാൻ കൂടിയാണ്. ആശുപത്രിയിലെ നേഴ്സ് അവിടെ കിടന്നൊരു പുസ്തകം കൊടുത്ത് ഇയാളുടെ അടുത്ത് കൊടുത്തു. ഇയാളൊരു പട്ടാളക്കാരൻ, കാലൊടിച്ച് ആശുപത്രിയിൽ കുറേ നാളായിട്ട് കിടക്കാണ്, ഒരു പണിയില്ല, ഒന്നും വായിക്കാനില്ല. അപ്പോൾ ഈ സയൻസിൻ്റെ പുസ്തകം അവിടെ കിടന്നവരുടെ കൊടുത്തു. അത് വായിച്ചപ്പോഴേ ഇയാള് പറയാണേ, എടാ, അപ്പം ഈ എല്ലാവരുടെയും ബയോഗ്രഫി വായിക്കുമ്പോൾ ഇവർ പറഞ്ഞ മാതിരി ഇന്നലത്തെ പാപിയാണ് നാളത്തെ വിശുദ്ധൻ. ഇവരെല്ലാവരും പാപികളായിരുന്നു.
അങ്ങനെയാണ് ഇഗ്നേഷ്യസ് പിന്നെ പറഞ്ഞത്, അവനും അവൾക്കും ഒക്കെ വിശുദ്ധരാകാന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും എനിക്കായിക്കൂടെ. അങ്ങനെയാണ് ഈ ഇഗ്നേഷ്യസ് ഓഫ് ലയോള ഇത്രയും വലിയ വിശുദ്ധനാകുകയും ജെസൂട്ട് എന്നൊരു കോൺഗ്രിഗേഷൻ ഉണ്ടാകുകയും ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വൈദികരുടെ ഉള്ള കോൺഗ്രിഗേഷനും ഒരു മാർപ്പാപ്പ വരെ അതിൽ നിന്ന് പോപ്പ് ഫ്രാൻസിസ് ജെസൂട്ടാണ്. അപ്പോൾ നമ്മളെ എനിവേ, അപ്പോൾ ജ്ഞാനത്തെ സ്നേഹിക്കുമ്പോൾ ജ്ഞാനം നിറയുന്ന തരത്തിലുള്ള പുസ്തകങ്ങൾ, കാസറ്റുകൾ, ഇന്ന് എന്തോരം ഫിലിംസാണ്, എല്ലാ വിശുദ്ധരുടെയും ഫിലിമുകളുണ്ട്. ഞാൻ ഓർക്കുക, ഞാൻ ഫ്രാൻസിസ് അസീസിയുടെ ആ മദർ ബ്രദർസ് ആൻഡ് സിസ്റ്റർ മൂൺ ഒരു 100 പ്രാവശ്യം ഞാൻ കണ്ടു കാണും. വെറുതെ അല്ല ഞാൻ സകലതും വിട്ട് കടത്താൻ വേണ്ടി ഇറങ്ങിയത്. എന്നെ വളരെ ആകർഷിച്ചൊരു ഭാഗമാണ് ഫ്രാൻസിസ് അസീസി തൻ്റെ അപ്പൻ്റെ സകല സ്വത്തുക്കളും വിട്ട്, ഉടുതുണി പോലും വിട്ട് കർത്താവിന് വേണ്ടി ഇറങ്ങി എന്നുള്ളത്. ഇന്ന് ഞാൻ നോക്കുമ്പോൾ ഐ ഫീൽ അതെല്ലാം എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്നുള്ളത്. അതുപോലെ തന്നെ സെൻറ്റ് ക്ലെയറിൻ്റെ ആ വിശുദ്ധ കുർബാനയുടെ ആരാധന, ഇതൊക്കെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ സിനിമ അല്ലെങ്കിൽ ഫിലിംസ്, വീഡിയോസ്, ഇതെല്ലാത്തിനെയും പോസിറ്റീവായിട്ട് വി ഷുഡ് ഹാവ് എ ലൈബ്രറി ഓഫ് ഓൾ ദ സെയിൻസിൻ്റെ വീഡിയോസിൻ്റെ ഒക്കെ ലൈബ്രറി. അതെല്ലാം നല്ല DVDs ആമസോണിൽ മേടിക്കാൻ കിട്ടും. ബുക്കുകൾ, നല്ല ബുക്കുകൾ മേടിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ സെയിൻസിൻ്റെ ബയോഗ്രഫികളൊന്ന്, പോപ്പിൻ്റെ ടീച്ചിങ്സ് ഒന്ന്, അത് മതി. ഇത്രയും തന്നെ ആകുമ്പോഴേക്കും ഇഷ്ടം പോലെ ആയി. ഓക്കെ, അപ്പോൾ ഇത് പറയുന്നത് എന്താണ്? ജ്ഞാനത്തെ സ്നേഹിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥമാണ് ഈ പറഞ്ഞത്. ജ്ഞാനത്തെ സ്നേഹിക്കുമ്പോൾ ആ ഡയറക്ഷനിൽ നമ്മളെ നമ്മളൊരു മിനിറ്റ് പോലും നമ്മൾ കളയില്ല, ഒരു മിനിറ്റ് പോലും വ്യർത്ഥമായിട്ട് നമ്മൾ ചിലവാക്കില്ല. അപ്പം ഇന്നലെ നിങ്ങളോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ 2 പേരും കൂടി ഇരുന്നിട്ട് മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ. അത് നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് തോന്നിയോ ഇല്ലയോ? ഇത് എവിടെ വേണമെങ്കിലും ചെയ്തൂടെ? നമ്മൾ പോണ നേരത്ത് ആവശ്യമില്ലാത്ത വർത്തമാനം പറഞ്ഞിരിക്കണോ, ഇങ്ങനെ 5 മിനിറ്റ് ഇരുന്ന് പ്രാർത്ഥിക്കണോ? നമ്മൾ എന്തോരം സമയമാണ്, നിങ്ങൾ ചിലവാക്കുന്നുണ്ടാവില്ലായിരിക്കും, പക്ഷേ ഇറ്റ് ഈസ് പോസിബിൾ. അപ്പോൾ ജ്ഞാനത്തെ സ്നേഹിക്കുക. ദൈവം ഈ ക്ലാസ് വിശദമായിട്ട് പോവുകയാണല്ലോ, ഈശോയെ ക്ഷമിക്കണേ. പിന്നെ അടുത്തത് എന്താ? അവളെ തേടുന്നവർ കണ്ടെത്തുന്നു. കണ്ടോ, 3ാമത്തെ കാര്യം, അവളെ തേടുക. തേജസ്സുറ്റതാണ് ജ്ഞാനം, അത് മങ്ങിപ്പോവുകയില്ല. ജ്ഞാനത്തെ സ്നേഹിക്കുന്നവർ നിഷ്പ്രയാസം അവളെ തിരിച്ചറിയുന്നു. അവളെ തേടുന്നവർ കണ്ടെത്തുന്നു. കൊച്ചു ത്രേസ്യയുടെ പുസ്തകങ്ങൾ വളരെ നല്ലതാണ് കേട്ടോ. നവമാലിക, പിന്നെ അവരുടെ ഡെയിലി തോട്ട്സ്, അങ്ങനെയൊക്കെയുള്ള. തന്നെ അഭിലഷിക്കുന്നവർക്ക് വെളിപ്പെടാൻ അവൾ തിടുക്കം കൂട്ടുന്നു. അതാണ് ജ്ഞാനത്തെ അഭിലഷിക്കുന്നവർക്ക് വെളിപ്പെടാൻ അവൾ തിടുക്കം കൂട്ടുന്നു. അത് നമുക്ക് അഡ്വാൻസ് ആയിട്ട് ജ്ഞാനം നമ്മളുടെ അടുത്തേക്ക് ഇങ്ങനെ വരും. പലരിലൂടെയും ഇത് താമസപ്പോളേ എനിക്ക് തോന്നുന്നത് ഈ പുസ്തകം നീ വായിക്കേണ്ടതാണ്, ഇതിനകത്ത് ഇങ്ങനെ എഴുതി. പല ആൾക്കാരും എന്നോട് ഇങ്ങനെ കൊണ്ടുവന്ന് തരികയാണ്. ഞാൻ ഒരിക്കൽ ബാംഗ്ലൂർ അച്ഛന്മാരെ ധ്യാനിപ്പിക്കുമ്പോൾ, അപ്പോൾ എൻ്റെ അടുത്ത് ഒരു ഇലക്ട്രോണിക് ബൈബിൾ ഉണ്ടായിരുന്നു. പണ്ട് അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ, ഒരു കാൽക്കുലേറ്റർ മാതിരി. അപ്പോൾ ഞാനത് എപ്പോഴും ഒരു വചനമൊക്കെ നോക്കാൻ വേണ്ടി ഇതങ്ങനെ അടിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ അച്ഛന്മാരോട് പറയും, നിങ്ങളുടെയൊക്കെ കയ്യിൽ ഇങ്ങനത്തെ ഒരെണ്ണം ഉണ്ടാവണം, നല്ലതാണ്. അപ്പോൾ അവരൊരാൾ ചോദിച്ച്, സാറിന് ഇത് എവിടെ നിന്ന് കിട്ടി? ഞാൻ പ്രാർത്ഥിച്ച് എനിക്ക് കിട്ടി, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ക്ലാസ് കഴിഞ്ഞ് പോണ നേരത്ത് കർത്താവ് പറയാണ്, ആ അച്ഛൻ നിന്റെ കയ്യിലിരിക്കുന്ന ബൈബിളിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്, അയാളുടെ പ്രാർത്ഥന കേട്ടു. എനിക്കൊക്കെ ഭയങ്കര ഇത് ഞാൻ കൊടുക്കൂല പറയുന്നു. നീ ചോദിച്ചിട്ടാണ് ഞാൻ തന്നത്, നിനക്ക് നീ ചോദിക്കാണ്ട് തന്നെ ഞാൻ തന്നില്ലേ? അദ്ദേഹം ഒരു അച്ഛനാണ്, അദ്ദേഹം ചോദിച്ചേക്കണോ എന്നോട്, ഞാൻ കൊടുത്തു. ഞാൻ പറഞ്ഞത് എന്താ, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചില്ല ഈ ബൈബിളിന് വേണ്ടി പ്രാർത്ഥിക്കും. എന്ത് രസമാണെന്ന് നോക്കി കർത്താവിൻ്റെ പരിപാടി. അപ്പോൾ ഞാൻ ധ്യാനം ക്ലാസ് കഴിഞ്ഞ് പോണ നേരത്ത് കർത്താവ് പറയാം, ഞാൻ അച്ഛന്മാരോട് പ്ലീസ് സ്റ്റോപ്പ്. ആ അച്ഛൻ എൻ്റെ കയ്യിലിരിക്കണ ഈ ബൈബിളിന് വേണ്ടി പ്രാർത്ഥിച്ചു, ശരിയാണോ?
പ്രാർത്ഥന കേട്ടു, ഇതേ കർത്താവ് പറയാണ് ആ ബൈബിൾ കൊടുക്കാൻ. അവർക്ക് തന്നെ അത് ഭയങ്കര ഒരു നിമിത്തമായി, ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷനായി. ഞാൻ ഇച്ചിരി കുസ്തിയൊക്കെ പിടിച്ചു, കർത്താവേ ഇത് ഞാൻ കൊടുക്കണോ? അപ്പോൾ കർത്താവ്, നീ വിഷമിക്കണ്ട, ഞാൻ നിനക്ക് ചോദിക്കാതെ തന്നെയല്ലേ ഇത് തന്നത്, അതുപോലെ നിനക്ക് വേറെ ഞാൻ തരാം. സമ്മതിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ബാംഗ്ലൂരിൽ ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ, എറണാകുളത്ത് വരുമ്പോൾ എന്നെ കാണാൻ അമേരിക്കയിൽ നിന്ന് ഒരച്ഛൻ വന്നേക്കണം. അപ്പം അച്ഛൻ എപ്പോഴും വരുമ്പോൾ എന്നെ കാണാൻ വരും. അപ്പം എനിക്ക് വേണ്ടി ഇവരെപ്പോഴും എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊണ്ടുവരും. ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. തോമസ് പോളെ, ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു നല്ല കാര്യം. നോക്കിയപ്പോൾ എന്താ, എക്സാക്റ്റ് ഇതേ ബൈബിള് 2 എണ്ണം. ഞാനീ പറയണത് നമ്മളെ അന്വേഷിച്ച് വരുമെന്ന് പറഞ്ഞതാണ്. ഞാനത് പറഞ്ഞാൽ അവിടെ കൊടുത്തപ്പോൾ എനിക്ക് 2 എണ്ണം. എപ്പോഴും ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ആരെങ്കിലും അവർക്ക് തോന്നുകയാണ്, ഇത് നിനക്ക് ആവശ്യമുണ്ടെന്ന് കർത്താവ് പറഞ്ഞതുകൊണ്ട് നിനക്ക്. ഞാനീ പറയണത്, നമ്മൾ ജ്ഞാനത്തെ അഭിലഷിക്കുന്നവർക്ക് വെളിപ്പെടാൻ അവൾ തിടുക്കം കൂട്ടുന്നു, നമ്മളല്ല. ജ്ഞാനം തിടുക്കം കൂട്ടുന്നു. തോമസ് പോളിൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കുക, അവന് ഇത് കൂടുതൽ ആവശ്യമുണ്ടാവും എന്ന് നിങ്ങളോട് ആരെങ്കിലും പറയും. അപ്പോൾ നിങ്ങൾ അതെനിക്ക് കൊണ്ടുവന്ന് തരും. ഞാൻ ചോദിക്കുക, അപ്പോൾ ഞങ്ങൾ ഇത് നല്ല കാര്യമുണ്ടല്ലോ, ചേട്ടാ ഇത് നല്ലതാണല്ലോ എനിക്ക്. അപ്പോൾ ഞാനത് നോക്കുമ്പോൾ താങ്ക് ഗോഡ്, ഇതെനിക്ക് വളരെ ആവശ്യമുള്ളതായിരുന്നു. അപ്പം നമുക്ക് ആത്മീയമായ ആവശ്യങ്ങൾക്കുള്ള കാര്യങ്ങൾ ജ്ഞാനം അന്വേഷിച്ച് കണ്ടുപിടിച്ച് നമുക്ക് കൊണ്ടുവന്ന് തരണം. ഇതിൻ്റെ ഞാൻ ഒരിക്കലും ഒരു നൊവിഷ്യേറ്റിൽ ധ്യാനിപ്പിക്കാൻ പോയി ആദ്യകാലങ്ങളിൽ. അപ്പോൾ ഞാൻ ഈ ദൈവരാജ്യം നിന്നിൽ തന്നെ, യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ് എന്നുള്ള ഈ ആശയം ഭയങ്കരമായിട്ട് ശ്വസിച്ച് നിൽക്കുന്ന കാലഘട്ടം. അന്നത് ഭയങ്കര പുതിയ കാലഘട്ടമായിരുന്നു. അന്ന് ആരും അത് പറഞ്ഞിരുന്നില്ല. ദൈവരാജ്യം നിന്നിൽ തന്നെ, ത്രിത്വൈക ദൈവം നിന്നിൽ തന്നെ, യു ആർ എ ടെമ്പിൾ ഓഫ് ഹോളി സ്പിരിറ്റ്. അപ്പോൾ ഈ ആശയം വെച്ചുകൊണ്ട് ഞാൻ തലയിൽ മുഴുവൻ ഇത് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നൊവിഷ്യേറ്റിൽ ചെന്ന് അവിടെ ധ്യാനത്തിന് നോവിസ് മാസ്റ്റർ എന്നെ പരിചയപ്പെടുത്തി കഴിഞ്ഞപ്പോൾ, അവിടെ ബ്രദറെ, ദിസ് ഈസ് യുവർ റൂം, യു ക്യാൻ ഹാവ് ഇറ്റ്, ദീസ് ആർ സം ബുക്സ്, ഇഫ് യു ലൈക്ക് യു ക്യാൻ. അവിടെ ഇരിക്കുകയാണ്, യു ആർ എ ടെമ്പിൾ ഓഫ് ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു വലിയ പുസ്തകം. ഇത് ഞങ്ങളുടെ ഫൗണ്ടറിൻ്റെ ആണ്, എറണാകുളം ജാൻസൺ. എൻ്റെ ദൈവമേ, ഞാനത് അപ്പം തന്നെ അങ്ങ് വായിച്ച് വാരി അങ്ങ് പിടിച്ച മാതിരി അങ്ങ് വായിച്ചു. അപ്പോഴാണ് ഈ എറണാകുളം ജാൻസന്റെ സ്പിരിച്വാലിറ്റിയിൽ മുഴുവനും ഹെയിൽ ഹോളി, അവിടെ നിന്നാണ് ആ പാട്ട് എഴുതിയത്, ഹെയിൽ ഹോളി ട്രിനിറ്റി ഡ്വെല്ലിങ് ഇൻ മൈ ഹാർട്ട് ആൻഡ് ഡ്വെല്ലിങ് ഇൻ ഓൾ ദ ഹാർട്ട്. ഇത് എറണാകുളം ജാൻസന്റെ എപ്പോഴും ഹെയിൽ ഹോളി ട്രിനിറ്റി ഡ്വെല്ലിങ് ഇൻ ദ ആൾ ഹാർട്ട്, ഹെയിൽ ഹോളി ട്രിനിറ്റി ഡ്വെല്ലിങ് ഇൻ മൈ ഹാർട്ട് ആൻഡ് ഡ്വെല്ലിങ് ഇൻ ആൾ ഹാർട്ട്. ഇത് അവരുടെ ക്യാപ്ഷനാണ്. ഉടനെ എനിക്കൊരു പാട്ട് വന്നു, ഹെയിൽ ഹോളി ട്രിനിറ്റി. അതാണ് ത്രിത്വൈക ദൈവമേ അങ്ങെൻ്റെ ഹൃദയത്തിൽ എന്നെന്നും വാഴുന്നു എന്ന് ഞാനറിയുന്നു. അങ്ങയെ കൂടാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ ഈ ഭൂവിൽ സാധ്യമല്ല. ഇതിനകത്ത് വലിയ കവിതയൊന്നുമില്ല, പക്ഷേ സംഭവം സത്യമാണ്. ആണോ ഇല്ലയോ? ഇന്നാൾ അച്ഛന്മാരെ ഞാൻ ധ്യാനിപ്പിക്കുമ്പോൾ ഈ ഇടയ്ക്ക് അവർ പറയുന്നു, ഈ ത്രിത്വത്തെക്കുറിച്ച് വേറെ ആരും പാട്ട് എഴുതിയിട്ടില്ല കാര്യമായിട്ട്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവണത്. കണ്ടോ, നിങ്ങൾ വേറെ കേട്ടിട്ടുണ്ടോ? അറിയണോ? അപ്പം ഇങ്ങനെ നമ്മുടെ ജ്ഞാനം അന്വേഷിച്ച് നടന്നിട്ട് നമ്മൾക്ക് ഇങ്ങനെ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതിൻ്റെ എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. ക്ഷമിക്കണം, സമയം നീണ്ടു പോകും. 7 കാര്യങ്ങളുണ്ട്. ഇപ്പം എത്രയായി? 1, വചനത്തിലൂടെ ജ്ഞാനം ലഭിക്കുന്നു. ജ്ഞാനത്തെ സ്നേഹിക്കുന്നതിലൂടെ ജ്ഞാനം ലഭിക്കുന്നു. ജ്ഞാനത്തെ തേടുന്നതിലൂടെ ലഭിക്കുന്നു. 3ആയി. 4, അഭിലഷിക്കുന്നവർക്ക് വെളിപ്പെടാൻ അവൾ തേടുന്നു. ഇതാണ് 4. ഇനി 5, പ്രഭാതത്തിലുണർന്ന് അവളെ wisdom, knowledge, understanding, love, joy, peace. Wisdom, knowledge, understanding, love, joy, peace. Wisdom, hey! Wisdom, knowledge, understanding, love, joy, peace.
Wisdom, knowledge, understanding, love, joy. ഒരിക്കൽ ഒരമ്മ, ഇതുണ്ടായത് ഇങ്ങനെയാണ്. ഒരിക്കൽ ഒരമ്മ വന്നിട്ട്, എൻ്റെ ബ്രദറെ, ഈ പിള്ളേരൊന്നും പ്രാർത്ഥിക്കണില്ല, ഇവരെ കൊണ്ട് ഞാൻ തോറ്റു. ഞാൻ പറഞ്ഞു, അവരുടെ മുമ്പിൽ വെച്ച് അങ്ങനെയൊന്നും പറയല്ലേ. നമ്മളമ്മമാരെ പിള്ളേരെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവരുമ്പോൾ അവരുടെ കുറേ കുറവുകൾ പറയും. എന്തിനാണ്? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. പക്ഷെ പിള്ളേർക്ക് ആ നേരത്ത് ഉണ്ടാവേണ്ട മനപ്രയാസം, എന്തിനാണ് അമ്മ ഞങ്ങളെ ഈ കുറ്റമൊക്കെ മറ്റുള്ളവരോട് പറയണമെന്ന്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഒന്നും പറയരുത് അവരുടെ മുമ്പിൽ വെച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു, അതിനെന്ത് നിങ്ങൾക്ക് പ്രാർത്ഥിക്കണില്ല? എന്താ അവർ നമ്മുടെ മാതിരി ഒന്നും പ്രാർത്ഥിക്കണില്ല, നമ്മുടെ മാതിരി പ്രാർത്ഥിക്കണ്ട. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്നിട്ട് ഇങ്ങനെ വിസ്ഡം, നോളേജ്, അണ്ടർസ്റ്റാൻഡിങ്, ലവ്, ജോയ്, പീസ്. അവരതേമാതിരി പടയിൽ എഴുന്നേറ്റ് നിന്ന് വിസ്ഡം, നോളേജ്, അണ്ടർസ്റ്റാൻഡിങ്, ലവ്, ജോയ്, പീസ്. വിസ്ഡം, നോളേജ്, അണ്ടർസ്റ്റാൻഡിങ്, ലവ്, ജോയ്, പീസ്. വിസ്ഡം, നോളേജ്, അണ്ടർസ്റ്റാൻഡിങ്. ഇവർക്ക് ഭയങ്കര ഇഷ്ടം. അവർ പടപടേന്ന് അങ്ങ് ഡാൻസ് ചെയ്യാന്ന് പറയും. ഞാൻ പറഞ്ഞു, ഇതൊരു പ്രാർത്ഥനയാണ്. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാമോ? എന്താ പ്രാർത്ഥിച്ചാലും യു പ്രേ വിത്ത് ജോയ്. നമ്മൾ സിമിസ്റ്റേരിയിൽ പോയിരിക്കണ മാതിരി ഇരിക്കട്ടെ എപ്പോഴും. നമ്മുടെ വിചാരം എപ്പോഴും കരഞ്ഞു പിടിച്ച് ഇങ്ങനെ ഇരുന്നാല. ക്രിസ്ത്യൻസ് ആർ ജോയ്ഫുൾ പീപ്പിൾ. പോപ്പ് ഫ്രാൻസിസ്, joy. The joy of the Lord is my strength. He gives me living water and I thirst no more. The joy of the Lord is my strength. ഇതൊക്കെ പഴയ കരിസ്മാറ്റിക് ഗാനങ്ങളാണ്. ഓക്കെ, അപ്പോൾ love, joy, peace, wisdom, knowledge, understanding. അപ്പോൾ പ്രാർത്ഥന, വെളുപ്പിന് എന്നിട്ടുള്ള പ്രാർത്ഥന. ഇനി 15, അവളിൽ, ഇതൊക്കെ വലിയ ആളുകൾക്കുള്ളതാണ്. അവളിൽ ചിന്ത ഉറപ്പിക്കുന്നതാണ് വിവേകത്തിൻ്റെ പൂർണ്ണത. മനസ്സിലായോ? ഇനി അടുത്തത്, അവളുടെ കാര്യത്തിൽ ജാഗരൂകതയുള്ളവൻ ദുഃഖ വിമുക്തനാകും. നമ്മുടെ ജീവിതത്തിൽ നിരാശ, ദുഃഖം, വേദന ഇതെല്ലാം ഉണ്ടായാലും ജ്ഞാനമുണ്ടെങ്കിൽ അതൊന്നും ഒരു ദുഃഖമാവില്ല. എന്ത് നെഗറ്റീവ് കാര്യം ഉണ്ടെങ്കിലും അതിനെയൊക്കെ പോസിറ്റീവ് ആക്കാൻ പറ്റും. ഒന്ന്, ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു കാര്യം മനസ്സിലാവും. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. ആ 2 കുരുവികളെ നോക്കുവിൻ, അവയിൽ ഒന്നുപോലും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അറിയാതെ താഴെ വീഴില്ല. നിങ്ങളുടെ തലമുടി നാരുകൾ വരെ എണ്ണപ്പെട്ടിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താ? അപ്പം അങ്ങനെ ദൈവത്തിൻ്റെ സർവാധിപത്യവും സർവജ്ഞനായ ഭരണകർത്താവും അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും എന്നതിൻ്റെയൊക്കെ അർത്ഥം നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ 7 കാര്യങ്ങൾ കേട്ടോ, കൃത്യമായിട്ട്. ഇനി നമ്മൾ പോകുന്നത് വേറെ 7 കാര്യങ്ങൾ, ജ്ഞാനത്തിൻ്റെ പ്രിയോറിറ്റി നിശ്ചയിക്കുന്ന 7 കാര്യങ്ങളാണ് ജ്ഞാനം 7-ാം അധ്യായത്തിൽ 7 മുതലുള്ള കാര്യങ്ങളിൽ പറയുന്നത്. ഞാൻ ചുമ്മാ 7 എന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. എനിക്ക് തോന്നുന്നത് 7 അവസാനിക്കുന്നത്. 1, ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് വിവേകം ലഭിച്ചു. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടതേ, നമ്മൾക്ക് സാധാരണ എന്താ, സമയമില്ല. നമുക്ക് ഡ്യൂട്ടി ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, സമയമില്ല. പക്ഷേ ഇസ്രായേലിലെ രാജാവായ സോളമന് സമയമുണ്ടായിരുന്നു. സഭയുടെ മാർപ്പാപ്പയായ ഫ്രാൻസിസിന് സമയമുണ്ട്. 5000 സിസ്റ്റേഴ്സിനെ നടത്തുന്ന മദർ തെരേസയ്ക്ക് സമയമുണ്ടായിരുന്നു. അപ്പം ഈ സമയമില്ല എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് അയാൾ പമ്പര വിഡ്ഢിയാണ്, അല്ലെങ്കിൽ അവന് ജ്ഞാനം കിട്ടിയിട്ടില്ല. പ്രാർത്ഥിക്കാൻ സമയമില്ല എന്ന് ആരും ചിന്തിക്കുക പോലും ചെയ്യരുത്. ദാറ്റ് ഈസ് എ കൗണ്ടർ തിങ്. ഒരാൾ പറയാണ്, ഒരു സെമിനാരിൽ അവിടുത്തെ സ്പിരിച്വൽ ഡയറക്ടർ അച്ഛൻ പറഞ്ഞ ഒരു ഉദാഹരണം. അച്ഛൻ പറയാണ്, ഒരാൾ ഇങ്ങനെ കൊടാലിട്ട് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് മരം. അവനങ്ങ് വേർക്കാണ്, മരം മുറിയണില്ല. അവൻ ആ കോടാലിനെ തെറി പറയണ്, മരത്തിനെ തെറി പറയണ്, ആകെ പറഞ്ഞു. അപ്പോൾ ഒരാ വയസ്സായ കാർന്നൂരാതിൽ പോയപ്പോൾ, "My son, what are you shouting? What's happened?" അപ്പോൾ പറഞ്ഞു, ഈ കോടാലി, I'm cutting this wood, it's not getting cut. Last 3 hours I'm trying. Let me have a look at it. എന്നിട്ട് ആ കോടാലി നോക്കുമ്പോൾ അതിൻ്റെ വായ മടങ്ങിയിരിക്കുകയാണ്, അതിന് മൂർച്ചയില്ല. He said, "My son, you go and sharpen this." No, I have no time now.
എന്ന് പറഞ്ഞതിന് തുല്യമാണ് നമ്മുടെ ജീവിതം. മനസ്സിലാവുന്നുണ്ടോ? ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. അപ്പോൾ നമ്മൾ സോളമൻ പറയുകയാണ്, എനിക്കിത് ഭയങ്കര ഒരു പേഴ്സണൽ ഫീലിംഗ് ആണ് ഇത് വായിച്ചപ്പോൾ. സോളമൻ പറയുകയാണ്, ഞാൻ പ്രാർത്ഥിച്ച് എനിക്ക് ജ്ഞാനം കിട്ടി. തോമസ് പോളെ, നീ പ്രാർത്ഥിച്ച നിനക്ക് കിട്ടും. തോമസ് പോളെ, നീ പ്രാർത്ഥിച്ചില്ലെങ്കിൽ നിനക്ക് കിട്ടില്ല. സോളമൻ പറയുകയാണേ, രാജാവ് പറയാണ്, ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ വിളിച്ചപേക്ഷിച്ചു, ജ്ഞാന ചൈതന്യം എനിക്ക്. അപ്പോൾ ഞാനിത് പറഞ്ഞ് യു ഡോണ്ട് തിങ്ക് ഐ ഹാവ്, ഞാനിങ്ങനെ ഒരുപാട് പറഞ്ഞു പോയെന്ന് വിചാരിക്കരുത്. പക്ഷേ എൻ്റെ വലിയ കണ്ടുപിടുത്തം, നിങ്ങളൊരു 10 ദിവസം നിങ്ങളുടെ പ്രെയർ ലൈഫ് ചേഞ്ച് ചെയ്യണം. നമ്മൾ എന്തോ കാരണം വെച്ചാൽ, പിള്ളേരെ എനിക്കടാ കൊന്തയല്ലടാ, കൊന്തേ, ഇങ്ങനെയല്ലേ നമ്മൾ അപ്പാപ്പനോ അമ്മയൊക്കെ പഠിപ്പിച്ചേക്കണത്. അപ്പോൾ എന്തിനാന്ന് അറിഞ്ഞൂടാ, രാവിലെ എഴുന്നേറ്റ് കർത്താവിന് പോലെ കൊന്ത ഇതൊക്കെ ചെയ്യും. എന്ത് കർത്താവിന് പോലെ എന്ത് ചെയ്തു? കർത്താവിൻ്റെ മാലാക പരിശുദ്ധ മറിയത്തോട് വരിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആർക്കും നമ്മൾ പണ്ട് പഠിച്ച കുറേ പ്രാർത്ഥനകൾ ഇങ്ങനെ ചൊല്ലിക്കൂട്ടുന്നുണ്ട്, എന്നാൽ അതിന് ഭയങ്കര അർത്ഥമുള്ളതാണ്. പക്ഷെ ഞാൻ പറയുന്നത്, ഈ കൊന്തകളെല്ലാം വലിയ മധ്യസ്ഥ പ്രാർത്ഥനയാണ്. നമ്മുടെ ഗ്ലാസ് നിറയാണ്ട് നമ്മൾ എങ്ങനെ മറ്റുള്ളവർക്ക് കൊടുക്കും? സിമ്പിൾ മാത്തമാറ്റിക്സ്. നമ്മൾ എണിക്കുമ്പോൾ തന്നെ കൊന്ത ചെല്ലരുത്, കൊന്ത ചെല്ലണ്ടെന്നല്ല പറയണത്. നമ്മൾ സ്വയം വിശുദ്ധീകരിക്കുകയും നമ്മൾ നിറയുകയും ചെയ്തിട്ടേ കൊന്ത ചെല്ലാവൂ. നമുക്കുണ്ടാവണ വലിയൊരു ഡൈക്കോട്ടമി, നമ്മൾ കണ്ട് കൊന്ത ചൊല്ലിക്കഴിയുമ്പോഴേക്കും നമ്മൾ തളർന്ന് ഉള്ള ജോലിയും കൂടി ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? നമ്മൾ കൊന്ത ചെല്ലുമ്പോൾ നമ്മളിൽ നിന്ന് ശക്തി ലോകം മുഴുവനിലേക്ക് പോവുകയാണ്. ഈ 2 കൊന്ത, ഏത് കരണക്കൊന്ത, അയ്യോ ഞാൻ 3 കരണക്കൊന്ത അല്ലാണ്ട് ഞാൻ ഒരു ജോലി ചെയ്യൂല. എന്താണ് ഈ കരണക്കൊന്ത എന്ന് തന്നെ ആൾക്ക് അറിഞ്ഞൂടാ. ഒരു ചെടുത്തിയോടെ ഞാൻ ചോദിച്ചു, കരുണ എന്താ? കരണക്കൊന്ത ചെല്ലണം, 3 കരണക്കൊന്ത ചെല്ലണമെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കരുണ എന്നാലെന്താ? അപ്പം ഞാൻ ചോദിച്ചു, ഈ പാപികളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണതിനാണ് കരുണ എന്ന് പറയുന്നത്. ഭാവി സ്വർഗത്തിലോ? ഭാവി സ്വർഗത്തിൽ കയറോ? ഭാവി നരകത്തിലല്ലേ പോണേ? അവ പിന്നെ നീ എന്തുദ്ദേശിച്ചിട്ടാ കരണക്കൊന്ത ചെല്ലണേ? നടന്ന സംഭവമാണ്. അവൾ പറയാൻ, ഭാവി എങ്ങനെ സ്വർഗത്തിൽ പോണേ? ഭാവി നരകത്തിലല്ലേ പോണേ? അപ്പം നമ്മൾ പറയുമ്പോഴും അങ്ങനെയല്ലേ ചെയ്തു. ഭാവി സ്വർഗത്തിൽ പോയി കരുണക്കൊന്ത ചെല്ലണത് എന്തിനാ? ഒന്ന് ചെല്ലിയേ. ഈശോമിശിഹായുടെ അതിദാരുണമായ പീഡാസനത്തെ ലോകം ഞങ്ങളോട് മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായി. എന്തിനാണ് അത്? പാപീനെ നരകത്തിൽ കൊണ്ടുപോകാനാണോ? ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണേ. അന്നാണ് ആ ചെടുത്തിക്ക് മനസ്സിലായത്, എൻ്റെ ബ്രദറേ എന്തീ പറയണേ, പാപി സ്വർഗത്തിൽ പോകുന്നോ? എൻ്റെ സഹോദരി എന്താ ഈ പറയണേ? കർത്താവ് ശോമിച്ച അതിനു വേണ്ടിയാ വന്നത്. അപ്പൊ അവര് ഈ 3 കൊന്ത ചെല്ലാണ്ട് ഒരു കാര്യം ചെയ്യില്ല. കാരണം ആരോ പറഞ്ഞിട്ടുണ്ട് അതിന്. നമുക്കിപ്പോ എന്താ, നമ്മൾ എന്നോട് ക്ഷമിക്കണേ, കരിസ്മാറ്റിക് ആയപ്പോഴാണ് നമ്മൾ ഇത്തിരി സ്വയം പ്രേരിത പ്രാർത്ഥനയൊക്കെ പഠിച്ചത്. അതിനു മുമ്പ് ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ഒരു നന്മോന്നരെയും ചെല്ലും, കൂടി വന്നാൽ ഒരു എത്രയും നീളം അതാവ് ചെല്ലും. അല്ലാണ്ട് നമ്മൾ വല്ല അങ്ങനെ വിചാരിക്കാം. കർത്താവ് കരുണയാണ് തീർച്ചയായിട്ടും. പക്ഷെ എന്തെങ്കിലും അറിവുണ്ടാവണ്ടേ? അല്ല, ഐ അഗ്രി വിത്ത് യു, ഐ ഫുള്ളി അഗ്രി വിത്ത് യു. കർത്താവ് കരുണയാണ്, അതുകൊണ്ട് എന്നെങ്കിലും അവർക്ക് മനസ്സിലാവും. എന്നാ അങ്ങനെ ചെല്ലട്ടല്ലേ പോട്ടെ. അല്ല, അപ്പോൾ ഞാൻ അതിന് അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നുമ്പോൾ അവരെ വിഷമിപ്പിക്കാൻ, നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അതിൻ്റെ ഒരു ലോജിക്ക് മനസ്സിലായിട്ട് ചെല്ലുമ്പോൾ നമ്മൾ വി വിൽ ബി കറക്റ്റഡ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ രാവിലെ എഴുന്നേറ്റ്
ആദ്യം നമ്മൾ തന്നെ നിറയണം. അതിനുശേഷം മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം. അപ്പോൾ നമുക്ക് ഭയങ്കര ശക്തി കിട്ടും, നമ്മൾക്ക് ഭയങ്കര പ്രചോദനം കിട്ടും. അപ്പോൾ ആദ്യം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ജ്ഞാനത്തിന് വേണ്ടി കുറേ നേരം പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾ കൊന്ത ചെല്ലുകയാണെങ്കിൽ ആ കൊന്തയിലൂടെ പ്രചോദനം കിട്ടും. ഓക്കെ, ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് വേഗം ലഭിച്ചു. ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, ജ്ഞാന ചൈതന്യം എനിക്ക് ലഭിച്ചു. ഇനി പറയണതാണ് ഈ ജ്ഞാനത്തിന് സോളമൻ നൽകിയ പ്രിയോറിറ്റി. ഈ ജ്ഞാനം നമുക്ക് ലഭിക്കുമ്പോൾ എന്തിനാണത്? അവിടെ ഫ്രിഡ്ജിൽ വെച്ചേക്കാം, അതിനല്ലല്ലോ. അതിനൊരു പ്രിയോറിറ്റി മനസ്സിലാക്കണം. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്ന പ്രിയോറിറ്റി? ചെങ്കോലിലും അധികം ഞാൻ അവളെ വിലമതിച്ചു. അതാണ് അതിൻ്റെ വില മനസ്സിലാക്കണം. ജ്ഞാനത്തിൻ്റെ വില. നമ്മൾക്ക് ഒരു പവർക്ക് ഉണ്ട്. ഇതാണ് എന്ത് ധനം? വിദ്യാധനം. അപ്പോൾ ചെങ്കോലിലും ഒന്ന് ആലോചിച്ച് നോക്കണം. ഇസ്രായേലിലെ മഹാരാജാവിൻ്റെ സ്ഥാനത്തേക്കാൾ, സിംഹാസനത്തേക്കാൾ, ആ പൊസിഷനേക്കാൾ, ആ കാരിയറിനേക്കാൾ കൂടുതൽ അദ്ദേഹം ജ്ഞാനത്തെ വിലമതിച്ചു. അതാണ് ദ പ്രോപ്പർട്ടീസ് ആൻഡ് ദ ക്വാളിറ്റീസ് ഓഫ് വിസ്ഡം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ്. നമ്മൾ ഇന്നലെ മിനിയാന്നത്തെ ഒരു വായനയിൽ കണ്ടു, ദൈവം സോളമനെ കൊടുത്ത പോലെ ജ്ഞാനം അതിന് മുൻപോ ആർക്കും കൊടുത്തിട്ടില്ല. അപ്പം അങ്ങനെ ഒരു ക്യാരക്ടറെ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത് അതിലൂടെ ജ്ഞാനത്തിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ അന്ന് സോളമൻ ചോദിച്ച ജ്ഞാനത്തേക്കാൾ വലിയ ജ്ഞാനം യേശുക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവിലൂടെ ഇപ്പോൾ നമ്മൾ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ അതിൻ്റെ ക്വാളിറ്റീസ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കണം. ഇവിടെ പറയാണ് ചെങ്കോലിലും സിംഹാസനത്തിലും. ഇത് നോക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പല ആളുകളും പൊസിഷൻസാണ്, ഓരോരുത്തരുടെ കാരിയറും ഓരോരുത്തരുടെ പൊസിഷനാണ് പലരും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷേ അതിനേക്കാൾ ജ്ഞാനത്തെ വിലമതിച്ചു. അവളോട് തുലനം ചെയ്യുമ്പോൾ കണ്ടോ, ധനം നിസ്സാരമാണെന്ന് ഞാൻ കണക്കാക്കി. 2 കമ്പാരിസൺസ്. 3, അനർഘരത്നവും അവൾക്ക് തുല്യമല്ലെന്ന് ഞാൻ കണ്ടു. 3, അവളുടെ മുൻപിൽ സ്വർണം മണൽത്തരി മാത്രം. 4, വെള്ളി കളിമണ്ണും. 5, ആരോഗ്യത്തെയും സൗന്ദര്യത്തെയും കാൾ അവളെ ഞാൻ സ്നേഹിച്ചു. 6, പ്രകാശത്തേക്കാൾ കാര്യമായി അവളെ ഞാൻ വരിച്ചു. 7, അവളുടെ കാന്തി ഒരിക്കലും ക്ഷയിക്കുകയില്ല. കണ്ടോ, ഇത്രയും കാര്യങ്ങൾ കമ്പാരിസനാണ്. ഫസ്റ്റ് എന്താണ് പ്രിയോറിറ്റി, എന്തിനേക്കാൾ എന്തെല്ലാത്തിനേക്കാൾ. അപ്പോൾ നോക്കുമ്പോൾ എന്താ, പൊസിഷനേക്കാളും ധനത്തെക്കാളും ആരോഗ്യത്തെക്കാളും സൗന്ദര്യത്തെക്കാളും എല്ലാത്തിനേക്കാളും വലുത് ജ്ഞാനമായിട്ട് മനസ്സിലാവണം. ഒന്ന് പ്രാർത്ഥിച്ചേ, പരിശുദ്ധാത്മാവേ ആ ജ്ഞാനം ഞങ്ങൾക്ക് നൽകണേ. ജ്ഞാനസ്നാനത്തിലൂടെ ഈ ജ്ഞാനം ഞങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ദൈവമേ, ജ്ഞാനസ്നാനത്തിലൂടെ എന്നിട്ട് പറയാണ്, എന്നാൽ അവളോടൊത്ത് എല്ലാ നന്മകളും എണ്ണമറ്റ ധനവും എനിക്ക് ലഭിച്ചു. ഇപ്പം ഞാൻ പറഞ്ഞോ ഇവിടെ ഞാനൊരു സാഹിബിൻ്റെ കമ്പനിയിൽ ഒരു വലിയ ജോലിക്ക് വേണ്ടി ഒരു കോൺട്രാക്റ്റ്, അവസാനം ഞാൻ പറഞ്ഞ ഐഡിയ അയാൾക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ അയാൾ പറയാണ്, നീ ചോദിച്ചിരിക്കുന്ന പൈസയുടെ ഡബിൾ പൈസ ഞാൻ നിനക്ക് തരാം. ഇത് ഇന്ത്യയിൽ നടക്കുന്ന സംഭവമാണ്, മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ അതോടെ എൻ്റെ സകല കടബാധ്യതകൾ തീർന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, നീ ഇനി വള്ളവും വലയും ഉപേക്ഷിച്ച് എൻ്റെ പിന്നാലെ പോന്നോളൂ. അങ്ങനെയുള്ള ആൾക്കാരാണ് കർത്താവിന് വേണ്ടത്. അപ്പം നമ്മൾക്ക് ധനസമ്പാദന ആവശ്യമാണെങ്കിൽ ഇതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട് 8:6 ഇതിൻ്റെ 8:5 ജ്ഞാനവട്ടെ. ധനസമ്പാദനം ജീവിതത്തിൽ അഭികാമ്യമാണെങ്കിൽ സർവവും സാധ്യമാകുന്ന ജ്ഞാനത്തിൽ ഉപരി ധനം എന്തുണ്ട്? ഇപ്പോൾ ഒരുപാട് പേർക്ക് കടബാധ്യതകളുണ്ട്. ആർക്കാണ് കൂടുതൽ? NRIക്കാർക്കാണ് കൂടുതൽ കടബാധ്യത. ഇവിടെ വരുമ്പോൾ എല്ലാവരും ഒരുപാട് NRIക്കാരെ എന്നോട് പ്രാർത്ഥിക്കാൻ പറയണത് മുഴുവനും
നിസാര കടബാധ്യതയൊന്നുമല്ല, കോടിക്കണക്കിന് രൂപയുടെ. എന്താ കാരണം? ജ്ഞാനമില്ലാതെ എടുത്ത ചില മോർഗേജുകളും ചില ജാമ്യം നിൽക്കൽ. ആരോ ഒക്കെ പോയി ജാമ്യം നിന്നു, അവസാനം അവർ ജപ്തിയായി, ഇയാൾ റെസ്പോൺസിബിലിറ്റി ആയി. കോടി രൂപ, ലക്ഷം രൂപ, ലക്ഷക്കണക്കിന് രൂപ. പക്ഷെ എങ്ങനെ ഇതൊക്കെ ചെയ്തു പോകണമെന്ന് അറിഞ്ഞൂടാ. എനിവേ, അപ്പോൾ ഈ ജ്ഞാനമില്ലാതെ എടുത്തു. ഒരു അമ്മച്ചി ഒരു സ്കൂൾ ടീച്ചറാണ്. റിട്ടയർമെൻറ്റ് കിട്ടിയ പൈസ മുഴുവനും 40 ലക്ഷം രൂപ ഒരു ബ്ലേഡ് കമ്പനിയിൽ കൊണ്ടുപോയി കൊടുത്തു. ബ്ലേഡ് കമ്പനിക്കാരൻ ഇതൊക്കെ നോക്കി നടക്കാൻ ആരാണ് റിട്ടയർ ആവണേ? ഈ പാവൻ ടീച്ചറോട് അതെ 6 മാസം കൊണ്ട് ഡബിളാക്കി തരും പൈസ. അപ്പോൾ 40 ലക്ഷം 80 ലക്ഷം. ഗുഡ് ഐഡിയ കൊടുത്തു. 6 മാസം കഴിഞ്ഞപ്പോൾ ഇയാളെ കാണാനില്ല, ബ്ലേഡ് കമ്പനി പൂട്ടി. ഞാൻ ആ ടീച്ചറോട് ചോദിച്ചു, നിങ്ങൾ എന്ത് ടീച്ചറാണ്? നിങ്ങൾ എന്ത് ജ്ഞാനമാണ് പിള്ളേരെ പഠിപ്പിച്ചത്? ഇത് ഇത്രയും നിനക്ക് ജ്ഞാനമില്ലേ? ഈ ബ്ലേഡ് കമ്പനി എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അർത്ഥം? എന്തൊരു കണ്ട്, രണ്ടുപേരും ക്രിസ്ത്യാനിയാണ്. ഇത് ബ്ലേഡ് കമ്പനിക്കാരനും മുറി കൊണ്ടാളും. പക്ഷേ എനിക്കത് അതിനകത്തുള്ള നമ്മൾ ആ ഒരു വേദന മനസ്സിലാക്കണം. ഒരു അമ്മ, അവരൊരു വിധവയല്ല, അവരൊരു സിംഗിളാണ്. അവരുടെ ജീവിതകാലം മുഴുവനും ജോലി ചെയ്ത കാശാണത്. ഇങ്ങനെ മനുഷ്യരുണ്ടോ? 2 വയസ്സിൽ. അപ്പോൾ ധനം സമ്പാദിക്കണമെങ്കിൽ സമ്പാദിച്ചോ ആവശ്യം പോലെ, പക്ഷേ ഹാർഡ് വർക്ക് കൊണ്ട് മാത്രമല്ല ധനം കിട്ടണത്. യു നീഡ് വിസ്ഡം. പലപ്പോഴും ധനം ഒരു പ്രശ്നമാണല്ലോ, എല്ലാവർക്കും വീടുകളിൽ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഈ പ്രശ്നത്തിൻ്റെ എല്ലാം പരിഹാരം ചുമ്മാ കുറഞ്ഞൂറെ കാശ് കൊടുത്തുകൊണ്ടൊന്നും പരിഹാരമാവില്ല. ആ കാശ് അവർ കൂടുതൽ ദൂഷ്യങ്ങളുണ്ടാകാൻ അവർക്ക് അതിനൊരു ഒരു ജ്ഞാനം കൊടുക്കണം. ഒരിക്കൽ ഒരാളെൻ്റെ അടുത്ത് വന്ന്, ഞാൻ പെട്ടെന്ന് ഓർക്കണം, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞു, ഞാൻ നിൻ്റെ ഭാര്യ എന്ത് ചെയ്യണം? അവൾക്ക് ഇത്തിരി തയ്യലൊക്കെ അറിയാം. തയ്യൽ അവർ ചെയ്യും. എന്നാൽ ശരി, ഞാൻ 2 മെഷീൻ മേടിച്ചു തരാം. അത് വെച്ചുകൊണ്ട് നീയും ഭാര്യയും വീട്ടിലിരുന്ന് തയ്യൽ നടത്തും. അങ്ങനെ ഞാനൊരു ഐഡിയ ചിന്തിച്ചില്ല കേട്ടോ. കണ്ടോ, നമ്മൾ ചുമ്മാ കാശ് കൊടുത്തുകൊണ്ട് കാര്യമില്ല. ചിലപ്പോൾ 2 മെഷീൻ 10,000 രൂപ കിട്ടി. ഈ 10,000 രൂപ അവന് കൊടുത്താൽ 10,000 രൂപ ഒരാഴ്ച കൊണ്ട് പൊടിച്ച് കളയും. അപ്പോൾ അവർക്കൊരു വഴി കാണിച്ചു കൊടുത്തു. അവന് ഭയങ്കര സന്തോഷമായി. ആ 2 മെഷീൻ മേടിച്ചു, അവൾ തയ്ച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വേറൊരു കൊച്ചി പെണ്ണിനെ തയ്പ്പിക്കാനിരുത്തി. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വേറെ 2 മെഷീൻ അവർ തന്നെ മേടിച്ചു. അങ്ങനെ ടൈലറിങ് ഷോപ്പായി. സംഭവം രക്ഷപ്പെട്ടു ഇല്ലേ? അപ്പോൾ ഇങ്ങനെ അവർക്കൊരു സെൽഫ് സ്റ്റാൻഡിങ്, അവരെ ജ്ഞാനത്തിലൂടെ നയിക്കുന്ന ഒരു പാത നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റണം. സാമ്പത്തികമായ ഒരു സഹായം കൊടുക്കുന്നതോടൊപ്പം അവരെ അപ്പോൾ ധനസമ്പാദനം ജീവിതത്തിൽ അഭികാമ്യമെങ്കിൽ ജ്ഞാനം കിട്ടുമ്പോൾ എല്ലാം സഹായിക്കുന്നില്ലേ? അപ്പോൾ ഇതൊക്കെ എല്ലാവരെയും സഹായിക്കുന്നതാണ്. ഞാൻ പറയണ, സഹായിക്കുമ്പോൾ നമ്മൾ ഈ ഒരു ആംഗിളും കൂടി നോക്കണം. അവർക്കൊരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു ജീവിതത്തിലൊരു മാർഗം ഉണ്ടാകുന്നതിന് എന്താ ചെയ്താലായിരിക്കും സാധിക്കുക എന്നുള്ളത്. അതൊക്കെ ജ്ഞാനത്തിൻ്റെ ഒരു പ്രവർത്തനമാണ്. വലിയൊരു കാര്യമാണ് ഇനി പറയാൻ പോണത്. സോളമൻ പറയാണ്, അവളോടൊത്ത് എല്ലാ നന്മകളും എണ്ണമറ്റ ധനവും എനിക്ക് ലഭിച്ചു. അവയിലെല്ലാം ഞാൻ സന്തോഷിച്ചു. ജ്ഞാനമാണ് അവയെ നയിക്കുന്നത്. 7:12 കേട്ടോ. ഇനി അവസാനം പറയണതാണ് കേട്ടോ വളരെ പ്രധാന കാര്യം. ജ്ഞാനം 7:12. ജ്ഞാനമാണ് അവളെ നയിക്കുന്നതെന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കുകയാണ്. എങ്കിലും അവളാണ് അവയുടെ ജനനി എന്ന്
അന്ന് ഞാൻ ഗ്രഹിച്ചില്ല. സോളമൻ്റെ ഒരു കുമ്പസാരം പോലെയാണ്. ഇത്രയും ജ്ഞാനം കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതായത് നമ്മളിപ്പോൾ ഇത്രയും ജ്ഞാനം തരാൻ വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ നമുക്കുണ്ടായിരുന്നൊരാഗ്രഹം ജ്ഞാനം കിട്ടുകയാണെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കും എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല, വേറെ മറിച്ച ജ്ഞാനം കിട്ടുകയാണെങ്കിൽ ജ്ഞാനം നമ്മളെ കൊണ്ട് കാര്യങ്ങൾ നടത്തുന്നത്. അങ്ങനെ നമ്മൾ ചിന്തിച്ചില്ലല്ലോ. അതാണ് സോളമൻ പറയണത്, എനിക്കതെല്ലാം കിട്ടി, ജ്ഞാനമാണ് അതിൻ്റെ ലീഡർ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ പിന്നെ മനസ്സിലായത് അവളാണ് അതിൻ്റെ ജനനി എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു പെൻസിൽ പോലെ, ജ്ഞാനത്തിൻ്റെ കയ്യിൽ നമ്മളൊരു പെൻസിൽ പോലെ ആയാൽ മതി. ജ്ഞാനം നമ്മളിലൂടെ എല്ലാം ചെയ്തോളൂ. ഇന്നലെ എന്താ പേര്, ഫിൽസി പറഞ്ഞില്ലേ, ഞാൻ അത്യാവശ്യം കിട്ടുമ്പോൾ പരിശുദ്ധാത്മാവിനോട് സഹായം ചോദിക്കും. എങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, പരിശുദ്ധാത്മാവ് നേരെയൊക്കെ നടത്തി ഞാൻ കൂടെ നിന്ന് കൊടുത്താൽ മതി എന്ന് പറഞ്ഞതിൻ്റെ ഐഡിയ. ജ്ഞാനമാണ് എല്ലാം ചെയ്യുന്നത്, ഞാനങ്ങ് എൻ്റെ കൂടെ കൊടുത്താൽ മതി. അങ്ങനെയാണ് ഇതിനകത്ത് ഒരുപാട് സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്, ജ്ഞാനമാണ് അതിൻ്റെ ശില്പി. അത്രയ്ക്ക് ജ്ഞാനം, ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യും. നമ്മുടെ കാര്യങ്ങൾ ജ്ഞാനം ചെയ്യും എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആരോ ഒരാൾ നമ്മുടെ കൂടെ നടന്നെല്ലാം ചെയ്യണമാതിരി നമുക്ക് തോന്നും. ഇപ്പം നോക്കിയേ, ഞാൻ ഇന്നലെ എത്ര മണിക്കാണ് നിങ്ങളുടെ അടുത്ത് നിന്ന് പോയി, രാവിലെ ആയപ്പോഴേക്കും എൻ്റെ സകല വീഡിയോയും യൂട്യൂബിൽ അപ്ലോഡായോ ഇല്ലയോ? ജ്ഞാനമാണ് അതിൻ്റെ ശില്പി. കാണുന്നില്ല. അപ്പം എൻ്റെ കൂടെ വേറെ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് പല സ്ഥലത്ത്. ഞാൻ എന്ത് ചെയ്യും, ഞാനിത് അപ്ലോഡ് ചെയ്യാൻ ഇട്ടിട്ട് വിയന്നയിലുള്ള നമ്മുടെ ആൾക്കാർക്ക് അറിയാം, ബ്രദർ ഇത് കഴിയും അപ്ലോഡ് ചെയ്യും, അവരെഴുന്നേറ്റ് അതിനെ ടാഗ് ചെയ്ത് അതെല്ലാം കറക്റ്റ് ചെയ്യും. 2 മണിയാകുമ്പോഴേക്കും സകല വീഡിയോ അപ്ലോഡ് ആവും. ഇത് നമ്മുടെ മറ്റുള്ള ആളുകൾക്കൊക്കെ അറിയാം. ആളുകൾ എന്നിട്ട് രാത്രി ചിക് 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 ചിക്കെന്ന് ഫോണിൽ ഒച്ച കേൾക്കുമല്ലോ, ഓരോ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തേക്കണവരൊക്കെ രാവിലെ നോക്കുമ്പോൾ അത് ധ്യാനം വന്നേക്കണം, രാവിലെ എണീക്കുമ്പോഴേക്കും ഇത് കാണുന്നവർ, അപ്പോൾ നമ്മുടെ ടോക്കുകൾ അവർ കേൾക്കും. അങ്ങനെ അപ്പോൾ ജ്ഞാനമാണ് അതിൻ്റെ ശില്പി. ഏതെങ്കിലും ഒരു വചന പ്രഘോഷകൻ ഇതേമാതിരി ക്യാമറാമാനായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കറക്റ്റ്. ഓൺലൈൻ ഇതുപോലെ ഒരു ധ്യാനകേന്ദ്രമില്ല. 100-ലധികം റിട്രീറ്റുകൾ ഒരു ധ്യാന കൂടാരത്തിൽ അവൈലബിൾ ആയിട്ട് ഫുൾ ടൈം ഉള്ള ധ്യാനകേന്ദ്രം വേറെ ഇല്ല. എല്ലാ ദിവസവും 10,000-10,000 പേര് ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന നേരത്തെ, കർത്താവേ ഇപ്പോൾ ആരോ ഈ ടോക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അവരെ അനുഗ്രഹിക്കട്ടെ. എപ്പോഴും എൻ്റെ മനസ്സിൽ ഇതുണ്ട്, ഈ രാത്രിയൊക്കെ കിടക്കണ നേരത്ത് ദൈവം ഇപ്പോൾ ആരോ ടോക്ക് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അവരെ അനുഗ്രഹിക്കണേ. അപ്പോൾ ഞാൻ പറയുന്നത് ജ്ഞാനമാണ് അതിൻ്റെ ശില്പി. ഒരിക്കൽ തിരുവനന്തപുരത്തെ കണ്ട്, അപ്പോൾ അവിടെ ആദ്യം കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെയല്ല നമ്മൾ കോട്ടൊക്കെ ഇട്ട് നിൽക്കണേ, അവിടെ നമ്മൾ സാധാരണ ഷർട്ടൊക്കെ ഇട്ട്. അപ്പോൾ ആൾക്കാരെല്ലാം ധ്യാനത്തിന് ഓർഗനൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അച്ഛനെ ഇൻട്രഡക്ഷൻ ആരംഭിച്ചു, ഇങ്ങനെ വെൽക്കം ചെയ്യാനൊക്കെ ആയിട്ട്. ഞാൻ ക്യാമറ ലൈറ്റ് ഇതൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ആൾക്കാർ വിചാരിച്ച് ഞാൻ ക്യാമറമാനാണെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് അച്ഛൻ്റെ സ്വാഗതം അവസാനിപ്പിച്ച് കഴിഞ്ഞിട്ട്, അതുകൊണ്ട് തോമസ് പോളിന് സ്വാഗതം ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ലൈറ്റ് ബോയിൽ നിന്ന് ക്യാമറ പ്രഘോഷണത്തിലേക്ക് തിരിഞ്ഞപ്പോൾ, ഇങ്ങേരാണല്ലേ ധ്യാനഗുരു. ഞങ്ങൾ വിചാരിച്ച് ഇങ്ങേര് ലൈറ്റ് മാന് ക്യാമറമാനാണെന്ന് വിചാരിച്ചു. അപ്പം നമ്മളെ കർത്താവ് എല്ലാ തരത്തിലും ഉപയോഗിക്കും. നമ്മൾ ഒന്നിനും ചമ്മണ്ട ആവശ്യമില്ല, കർത്താവിന് വേണ്ടിയാണ് എല്ലാം ചെയ്യുന്നത്. നോക്കണേ, എൻ്റെ പെട്ടി എനിക്ക് നോക്കിയാൽ തന്നെ തോന്നും, ഈ ലൈറ്റും ക്യാമറയും വയറും കേബിളും ഇതെല്ലാം ഇട്ടിട്ട് ഒരു 30 കിലോ ഉണ്ട് എൻ്റെ പെട്ടി. പോണോടത്ത് എല്ലാം ഞാനിത് കൊണ്ടുപോകും, എല്ലായിടത്തും. ചില സമയത്ത് ഫ്ലൈറ്റുകാരുമായിട്ട് ബഹളവും, എന്നാലും എങ്ങനെയായാലും എക്സ്ട്രാ കാശ് കൊടുത്താലും ഞാനിത് കൊണ്ടുപോകും. ഇതില്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റാത്ത മാതിരിയാണ്. ഭാര്യ ചിലയിടത്ത് പറയണ കേൾക്കണം, ഞാനില്ലെങ്കിലും കുഴപ്പമില്ല, ക്യാമറ ഇല്ലാണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു വരുന്നത്. ഇതെല്ലാം
ഇതെല്ലാം ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. ഞാനിതിനകത്തൊന്നും ഒരു ക്വാളിഫൈഡ് അല്ല. പക്ഷെ ഐ ആം റണ്ണിങ് എ ടെലിവിഷൻ ചാനൽ നൗ. ജർമ്മൻ ഭാഷയിൽ. എനിക്ക് ജർമ്മനും അറിയാൻ പാടില്ല കാര്യമായിട്ട്. പക്ഷെ ടെലിവിഷൻ ചാനൽ ജർമ്മൻകാരിൽ ഓടുന്നുണ്ട്. ജ്ഞാനമാണ് അതിൻ്റെ ശില്പി. അവിടെ നമ്മുടെ ഓഫീസിലിരിക്കുന്ന കമ്പ്യൂട്ടർ എക്സ്പെർട്ടുകൾ ആർക്കും കമ്പ്യൂട്ടറെ കുറിച്ച് യാതൊരു അറിവില്ലാത്ത ആൾക്കാരാണ്. ഒറ്റ മുദ്രാവാക്യമുള്ളൂ, ജ്ഞാനമാണ് അതിൻ്റെ ശില്പി. എന്ത് കാര്യവും പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഗൂഗിൾ ചെയ്താൽ മതി. ഇപ്പോൾ ഉദാഹരണത്തിന് ഹൗ ടു ഫിക്സ് ദ ലൈറ്റ് ഫോർ ദ ക്യാമറ. ചുമ്മാ അടിക്കി ഹൗ ടു ഫിക്സ് ദ ലൈറ്റ് ഫോർ ദ ക്യാമറ. ഉടനെ വീഡിയോ സ്റ്റുഡിയോ ട്യൂട്ടോറിയൽ വീഡിയോ ഹൗ ടു ഫിക്സ് ദ ലൈറ്റ് ഫോർ ദ ക്യാമറ. ഉടനെ വന്നു കഴിഞ്ഞു, നിങ്ങൾ പഠിച്ചു, അത് വെക്കി, അവിടെ ലൈറ്റ് ഇവിടെ ലൈറ്റ് പണി തുടങ്ങി. ജ്ഞാനമാണ് അതിൻ്റെ ശില്പി. നമുക്ക് ഒറ്റ വേർഡേ ഉള്ളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്ത് ചോദിച്ചാലും ഒറ്റ ഉത്തരവുള്ളൂ, ജ്ഞാനമാണ് അതിൻ്റെ ശില്പി. ഇപ്പം നിങ്ങൾ എന്തെല്ലാം എന്നെ പുകഴ്ത്തി പറഞ്ഞാലും ഞാൻ ഇത്ര പറയുള്ളൂ, ജ്ഞാനമാണ് അതിൻ്റെ ശില്പി. മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് പറഞ്ഞെല്ലാവരും. ഇതിങ്ങനെ ഒരു മുദ്രാവാക്യം നിങ്ങൾക്കുണ്ടാവണം വീട്ടിലും. എന്ത് കാര്യത്തിൽ ഒന്നും അറിയാൻ പാടില്ലെന്ന് ആരും പറയരുത്. അല്ലെങ്കിൽ അറിയാൻ പാടില്ലെന്ന് പറഞ്ഞാൽ അടുത്ത വഴിക്ക് പറയണം, ജ്ഞാനമാണ് അതിൻ്റെ. വലിയൊരു ഫിലിം ഡയറക്ടറോട് അദ്ദേഹം പറഞ്ഞു, തോമസ് പോളെ, ഈ നിങ്ങളുടെ ആത്മീയതയൊന്നും ഞങ്ങളുടെ ഫിലിം വേൾഡിൽ പറ്റില്ല. ഞാൻ പറഞ്ഞു, സാറേ അങ്ങനെ പറയരുത്. ഓൾ യുവർ ക്രിയേറ്റിവിറ്റി കം ഫ്രം ദ ക്രിയേറ്റർ. ഇയാള് അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു പോയി. അന്ന് അദ്ദേഹം പിറ്റേ ദിവസം രാവിലെ ലണ്ടനിലേക്ക് വരികയാണ് വലിയൊരു ഫിലിമിൻ്റെ ഷോ തുടങ്ങാൻ വേണ്ടിയിട്ട്. ലണ്ടനിൽ ഇന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇയാൾ എന്നെ വിളിച്ചു പറയാണ്, തോമസ് പോളെ, വാട്ട് യു സെഡ് ഈസ് റൈറ്റ്. ഹീസ് എ വേൾഡ് ഫേമസ് പ്രൊഡ്യൂസർ, all director, film director, all my creativity is really not mine, it is from the creator. അദ്ദേഹം കൊമേഴ്സ്യൽ ഫിലിം പ്രൊഡക്ഷൻ നിർത്തി കർത്താവിന് വേണ്ടി മാത്രം ഫിലിം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരാളായി മാറി. പ്രൈസ് ദ ലോർഡ്. ഞാൻ ഈ ടെലിവിഷൻകാർക്കെല്ലാം ധ്യാനം നടത്തുമ്പോൾ ദിസ് ഈസ് മൈ ഫസ്റ്റ് തിങ്. ഷാലോമിലും ഡിവൈനിലെയും ടെലിവിഷൻ്റെ സ്റ്റാഫിനൊക്കെ ധ്യാനം നടത്തിയിട്ടാണ്. അവരോടെല്ലാം നിങ്ങളുടെ എല്ലാ കഴിവുകളും ക്രിയേറ്റിവിറ്റി കംസ് ഫ്രം ദ ക്രിയേറ്റർ. ഇത് നമ്മുടെ പിള്ളേർക്ക് എല്ലാ കഴിവുകളുണ്ട്. ബട്ട് ഫ്രം വേർ? നമ്മൾ ആ വാക്ക് തന്നെ ഭയങ്കര മനോഹരമല്ലേ? ഓൾ ക്രിയേറ്റിവിറ്റി കം ഫ്രം ദ ക്രിയേറ്റർ. ആൻഡ് ലെറ്റ് us glorify the creator by creating many things. എൻ്റെ സ്റ്റാഫ് അനിമേഷൻ ഫിലിം ഉണ്ടാക്കുന്നവർ 10 വർഷമായിട്ട് അവരെൻ്റെ കൂടെയുണ്ട്. 10 വർഷമായിട്ട് ഒരിക്കൽ പോലും അവർ ഒരു സ്വരച്ചേർച്ചയില്ലായ്മയോ ഞാൻ പറഞ്ഞത് അനുസരിക്കാതിരിക്കുകയോ ചെയ്തിട്ടില്ല. ഞാൻ പറയാണ് ആ ഷോട്ടിങ്ങിനല്ലേ ഇങ്ങനെ. യെസ്, നമ്മുടെ ഒരേ ഒരു മുദ്രാവാക്യമാണ് ഓൾ ക്രിയേറ്റിവിറ്റി കം ഫ്രം ദ ക്രിയേറ്റർ. അതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിൻ്റെയൊക്കെ പണി ചെയ്യുന്ന ആളുടെ 2 വിരലേ ഉള്ളൂ. അവൻ്റെ പണി ആ ബാക്ക്ഗ്രൗണ്ടൊക്കെ നിങ്ങൾ നോക്കണം. എന്ത് മനോഹരമാണ്. ആ കൊച്ചുറേസിയുടെയൊക്കെ കാലിഡോസ്കോപ്പ് എന്ന് പറഞ്ഞൊരു ഫിലിം ഈ ഇടയ്ക്ക് ഇറക്കിയിട്ടുണ്ട്. ശരിക്കും റിയൽ ആ ഫ്രാൻസിൽ പോയ മാതിരി തോന്നും നമുക്ക്. അതെല്ലാം വരച്ചുണ്ടാക്കിയേക്കുന്നതാണ്. അപ്പം നമ്മുടെ പ്രാർത്ഥന മുഴുവനും ഓൾ ക്രിയേറ്റിവിറ്റി കം ഫ്രം ദ ക്രിയേറ്റർ. നമ്മുടെ മക്കളോടെല്ലാം അത് പഠിപ്പിച്ചു. നിന്റെ നിനക്ക് ഇഷ്ടംപോലെ കഴിവുകളുണ്ട്, ഇനിയുണ്ടാകാം, ബട്ട് ഇറ്റ് കംസ് ഫ്രം ദ ക്രിയേറ്റർ. അതുകൊണ്ട് എനിക്ക് ഒന്നിനൊരു പേടിയില്ല. എനിക്കൊന്നും അറിയില്ല, പക്ഷേ എനിക്കെല്ലാം അറിയുന്ന ഒരാളെ അറിയാം, ഹോളി സ്പിരിറ്റ്. എന്ത് ചോദിച്ചാലും ഒറ്റ മിനിറ്റിനകത്ത് ആൾ ഉത്തരം തരും. ജ്ഞാനമാണ് അതിൻ്റെ. അപ്പോൾ ഇത്തരം മതിയെന്ന് തോന്നണം. ഒരു വചനവും കൂടി നമുക്ക് ശ്രദ്ധിക്കാം. 7:14. അതാണ്. ഇത് മലയാളത്തിലാണ് ശരിക്കും ഇത് മനസ്സിലാവുള്ളൂ. ഇംഗ്ലീഷിൽ ഇറ്റ് ഈസ് സോ ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്. ഇംഗ്ലീഷിൽ പറയുന്നത് ഇറ്റ്സ് എൻ അൺഫെയിലിംഗ് ട്രഷർ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. പക്ഷെ മലയാളത്തിൽ അത് ഇറ്റ്സ് ദാറ്റ്സ് എ ഗുഡ് തിങ്. അത് മനുഷ്യർക്ക്
അക്ഷയനിധിയാണ്. ജ്ഞാനം സിദ്ധിച്ചവർ ദൈവത്തിന്റെ ദൈവത്തിന്റെ, നമ്മൾ ഈ ദൈവത്തെ പേടിച്ചിരിക്കുകയാണ്. എന്നാൽ ദൈവവും നമ്മളുമായിട്ടുള്ള ബന്ധം ഒരു സൗഹൃദ ബന്ധമാണ്. ജീസസ് സേ യു ആർ മൈ ഫ്രണ്ട്, ഐ കോൾ യു മൈ ഫ്രണ്ട്. അപ്പൊ ഈ ദൈവം നമ്മളുമായിട്ടൊരു സൗഹൃദ ബന്ധമാണെന്ന് മനസ്സിലാകുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഫ്രീഡമാണ്. നമുക്ക് ഒരു സുഹൃത്തിനോട് സംസാരിക്കണ മാതിരി ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് സംസാരിക്കാം. ദൈവത്തെ ഒരു പോലീസുകാരനെ പോലെ നമ്മൾ കാണരുത്. പറയാണ് ജ്ഞാനം. ഇതാണ് ഇനി എക്സ്പാൻഡ് ചെയ്യേണ്ട ഒരു വിഷയം. അത് മനുഷ്യർക്ക് അക്ഷയനിധി. അക്ഷയം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ക്ഷയിക്കാത്തെന്ന് പറഞ്ഞാൽ എന്ന അർത്ഥത്തിലല്ലേ. ഇറ്റ് ഈസ് ഇമ്മോർട്ടൽ എന്ന് പറഞ്ഞാൽ ഈ മറ്റുള്ള നിധികളെല്ലാം ടെമ്പറലാണ്, ഈ ഭൂമിയിൽ നമ്മൾ നേടിയെടുക്കുന്നു. എന്നാൽ ജ്ഞാനം എന്ന ഒന്ന് ഈ ലോകത്തിനപ്പുറത്തേക്ക് നമുക്ക് കൊണ്ടുപോകാം. ജ്ഞാനം നമ്മുടെ അക്ഷയമായ ആത്മാവിലാണത് ശേഖരിക്കപ്പെടുന്നത്. അക്ഷയമവനുടെ ആത്മാവ്. നമ്മുടെ ആത്മാവ് അക്ഷയമാണ്. ശരീരവും മനസ്സും ക്ഷയിക്കപ്പെടാം. നമ്മൾക്ക് കിട്ടുന്ന സമ്പത്തുകളെല്ലാം മെറ്റീരിയലാണെങ്കിൽ ജ്ഞാനം നമ്മുടെ ആത്മാവിൽ നിറഞ്ഞാൽ മരണാനന്തരം നമുക്കിത് ഉപയോഗിക്കാം. ഇവിടെയാണ് ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞില്ലേ, ഞാൻ മരിച്ചു കഴിഞ്ഞിട്ട് ഒരുപാട് കാര്യം ചെയ്യുന്നു. കൊച്ചുറേസിയുടെ ഒക്കെ വിശുദ്ധരെല്ലാം. അപ്പോൾ അവരിവിടെ ആയിരുന്നപ്പോൾ അവരുടെ ആത്മാവിൽ ശേഖരിച്ച ജ്ഞാനം അവർ മരിച്ചു കഴിഞ്ഞപ്പോൾ വളരെ ശക്തമായി പ്രവർത്തിക്കാൻ തുടങ്ങി. കൊച്ചുറേസ്യ വെറും 23-24 വയസ്സ് വരെ ജീവിച്ചു, മരിച്ചു. മിണ്ടാമടമാണ്. പെട്ടിയിലാക്കി പുറത്തു കൊണ്ടുപോയി. 5-6 പേര് വന്ന് പെട്ടി കൊണ്ടുപോയി അടക്കി. ഒരു 5-6 മാസം കഴിഞ്ഞപ്പോഴേ ആ കല്ലറയിൽ നിന്ന് റോസാപുഷ്പത്തിൻ്റെ വാസന വരണം. സാവധാനം ലോകത്തിൽ നിന്ന് പല ആൾക്കാരും അവിടേക്ക് വരണു. എന്താണ്? കൊച്ചുത്രേസ്യ അവരോട് അങ്ങനെ പറഞ്ഞു, കൊച്ചുത്രേസ്യ ഇങ്ങനെ പറഞ്ഞു. ഈ ജ്ഞാനം പ്രവർത്തിക്കാൻ തുടങ്ങി. എന്തുകൊണ്ട്? ജ്ഞാനം അക്ഷയമാണ്. അപ്പം ഇതാണ് വലിയൊരു പോയിന്റാണിത്. നമുക്ക് ഈ ലോകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട് ഒന്ന് മാത്രമേ ഉള്ളൂ, ജ്ഞാനമാണ്. ദൈവത്തിൻ്റെ ജ്ഞാനം. വേറെ ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. വേറൊരു സമ്പത്തും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മളീ ഉണ്ടാക്കുന്നതെല്ലാം ഇവിടെ ഉപേക്ഷിച്ച് പോകും. എൻ്റെ ഒരു നിഗൂഢമായ ഒരു കാര്യം എന്താണെന്ന്, ഞാൻ എന്തോരം ഇപ്പൊക്കെ വീഡിയോ ആണ്, പണ്ടെല്ലാം CD അടിച്ച് കാസറ്റ് അടിച്ച് കൊടുക്കുമായിരുന്നു. ഞാൻ അന്ന് വിചാരിച്ചു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഈ കാസറ്റ് എല്ലാം ഭയങ്കരമായിട്ട് ആൾക്കാർ കേൾക്കാൻ തുടങ്ങും. ജർമ്മൻകാർക്കെല്ലാം അവിടെ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ക്ലാസ് അവിടെ അമ്മമാരാണ് അധികം. അപ്പോൾ ഈ അമ്മമാർക്ക് പഴയ ടേപ്പ് റെക്കോർഡറാണ്, ഒരു CD-യുടെ. അപ്പോൾ ഓരോ ക്ലാസ്സും അപ്പം CD അടിച്ച് വയ്ക്കും. ഒരു ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ CD അവിടെ കിട്ടും. അവരതെടുത്ത് കൊണ്ടുപോകും. എന്നിട്ട് അവരിട്ട് കറക്കി കേട്ടുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ പലരുടെയും വീട്ടിൽ കുറേ മുഴുവൻ നമ്മുടെ CD ഉണ്ട്, തോമസ് പോളിൻ്റെ CD. അപ്പം എൻ്റെ ഒരു നിഗൂഢമായ ചിന്ത എന്താണ്, തോമസ് പോൾ മരിച്ചെന്ന് കേട്ടാൽ ഇവരുടനെ എന്ത് ചെയ്യും? എല്ലാവരും തോമസ് പോൾ മരിച്ചോ, ഓ പ്രൈസ് ദി ലോർഡ്, പക്ഷെ അയാളുടെ കാസറ്റ് മരിച്ചിട്ടില്ല, അയാളുടെ വീഡിയോ മരിച്ചിട്ടില്ല. ഇപ്പം നമ്മൾ വീഡിയോ നോക്കിയാൽ ഇപ്പോൾ യൂട്യൂബിൽ പെട്ടെന്ന് കാണുന്ന ചില ആൾക്കാർ ആരൊക്കെയാണ്? ജോൺ പോൾ രണ്ടാമൻ, അല്ലെങ്കിൽ മറ്റേ നമ്മുടെ അമേരിക്കയിലെ ഫുൾട്ടൻ ഷീൻ. ഞാൻ ചുമ്മാ തുറക്കുമ്പോഴേക്കും ഫുൾട്ടൻ ഷീൻ കണ്ടു. ഫുൾട്ടൻ ഷീൻ എത്ര കാലം മുമ്പ് മരിച്ചു? ഫുൾട്ടൻ ഷീൻ്റെ അന്ന് പണ്ട് 50 വർഷം മുമ്പ് ഫുൾട്ടൻ ഷീൻ കൊടുത്ത ടോക്കുകൾ ഇപ്പോൾ കിടക്കാണ് വീഡിയോയിൽ. അപ്പം മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ ജ്ഞാനം, നമ്മുടെ പ്രവൃത്തികൾക്ക് തുടരാം. ഇതൊക്കെ എൻ്റെ ചില ആശയങ്ങളാണ് കേട്ടോ. നിങ്ങളും സെയിൻ്റ് തന്നെയാവും. എനിവേ, അപ്പോൾ ഞാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം